പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCERT സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, 4ാമത്തെ ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 3ാമത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ചത് ലോഹയുഗ സംസ്കാരങ്ങൾ. അതായത് ലോഹയുഗ സംസ്കാരങ്ങളെ നമ്മൾ പ്രധാനമായി രണ്ടായി വേർതിരിക്കുന്നുണ്ട്. ആദ്യത്തേത് വെങ്കലയുഗ സംസ്കാരമാണ്. പിന്നീടുള്ളത് ഇരുമ്പ് യുഗ സംസ്കാരം. ആ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും അവിടെ 4 നാഗരികതയുണ്ട്. ആദ്യത്തേത് BCE, ബിഫോർ കോമൺ എറ 3000-ൽ തുടക്കം കുറിക്കപ്പെട്ട മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ നാഗരികതയുടെ കളിത്തൊട്ടിൽ അല്ലെങ്കിൽ വെങ്കലയുഗ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നാണ് വിശേഷിപ്പിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭരണാധികാരികൾ ഫറവോ എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ലോകത്ത് ഏറ്റവും സ്വാധീനമുണ്ടാക്കിയ, പ്രത്യേകിച്ച് ലോകത്ത് ആദ്യമായി സൂര്യന്റെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ സൗര കലണ്ടർ പുറത്തിറക്കിയത് ഈജിപ്ഷ്യൻ സംസ്കാരമായിരുന്നു. 5 ദിവസം ആഘോഷങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചു. 30 ദിവസങ്ങൾ വീതമുള്ള 12 മാസം, അങ്ങനെ 365 ദിവസമുള്ള ആദ്യത്തെ കലണ്ടർ തയ്യാറാക്കിയത് ഈജിപ്ഷ്യൻ സംസ്കാരമായിരുന്നു. ഏറ്റവും ആദ്യം രൂപം കൊണ്ടത് മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണെങ്കിലും ഏറ്റവും അവസാനം രൂപം കൊണ്ടതാണ് നമ്മുടെ ചൈനയിലെ നാഗരികത. അപ്പൊ ചൈനീസ് സംസ്കാരമാണ് വെങ്കലയുഗ സംസ്കാരത്തിൽ ഏറ്റവും പുതിയത്, അല്ലെങ്കിൽ ഏറ്റവും നവീനമായത്, അല്ലെങ്കിൽ വെങ്കലയുഗ കാലഘട്ടത്ത് ഏറ്റവും അവസാനം രൂപം കൊണ്ടതാണ് ചൈനീസ് സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരം ഒഴികെ മറ്റ് 3 വെങ്കലയുഗ സംസ്കാരങ്ങളും ഏഷ്യ വൻകരയിലാണ് സ്ഥിതി ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ? നമുക്ക് നോക്കാം ചൈനീസ് സംസ്കാരത്തിലേക്ക്. ചൈന എന്ന വാക്ക് ഉദയം ചെയ്യുവാനുള്ള പ്രധാന കാരണം ചൈനയിൽ നിലനിന്നിരുന്നത് രാജഭരണമായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാല് ചിൻ രാജവംശമാണ്. രാജവംശത്തിന്റെ പേരെന്തായിരുന്നു? ചിൻ രാജവംശമാണ് നിലനിന്നത്. ആ ചിൻ എന്ന രാജവംശത്തിൽ നിന്നാണ് ചൈന എന്ന വാക്ക് രൂപം കൊള്ളുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ചൈനീസ് സംസ്കാരം നിലനിന്നത് മറ്റ് വെങ്കലുക സംസ്കാരങ്ങൾ പോലെ തന്നെ നദീതടത്തിലാണ്. ഏത് നദീതീരത്ത്? ഹൊയാങ്ഹോ നദിക്കരയില്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചൈനയിൽ കാണപ്പെടുന്ന ഹൊയാങ്ഹോ നദീതീരത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുക്കുക. ഈ ഹൊയാങ്ഹോ നദിയിലെ വെള്ളപ്പൊക്കം മൂലമാണ് പിന്നീട് ചൈനീസ് സംസ്കാരം അസ്തമിച്ചു പോയി. അതുകൊണ്ട് തന്നെ ചൈനീസ് സംസ്കാരത്തിന്റെ ഈറ്റില്ലമെന്നും ചൈനയുടെ ദുഃഖമെന്നുമൊക്കെ നമ്മൾ ഹൊയാങ്ഹോ നദിയെ വിളിക്കാറുണ്ട്. കൃഷി ചെയ്തതാണല്ലോ മാനവരാശി സ്ഥിരവാസം ഉറപ്പിക്കാൻ കാരണം. അതാണല്ലോ പിന്നീട് നാഗരികതയിലേക്ക് വഴിതെളിച്ചത് അല്ലെ? അതെ, നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചത് അല്ലെ? യെസ്. അതുകൊണ്ട് തന്നെ ചൈനീസ് സംസ്കാരത്തിന്റെ അടിസ്ഥാന തൊഴിലും എന്ത് തന്നെയായിരുന്നു? കൃഷി തന്നെയായിരുന്നു. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും ചൈനീസ് ജനത അഗ്രഗണ്യരായിരുന്നു. ഓക്കെ, നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, കൂടാതെ പട്ടുവസ്ത്ര നിർമ്മാണം. ഇതിൽ ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ചൈനീസ് സംസ്കാരത്തിന്റെ പട്ടുവസ്ത്രങ്ങളായിരുന്നു. അപ്പോ കൃഷി, നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയൊക്കെ ഇവരുടെ തൊഴിലാണ്. ഇത് കൂടാതെ പ്രധാനമായിട്ടും ചൈനീസ് സംസ്കാരം കണ്ടെത്തിയ മറ്റ് 4 കാര്യങ്ങളുണ്ട്. അതുകൂടെ ഞാൻ പറയട്ടെ. നമ്മൾ ഉയർന്ന ക്ലാസ്സിലെ SCERT ചാപ്റ്റർ പഠിക്കുമ്പോഴാണ് നമ്മളത് പഠിക്കേണ്ടതാണ്, എങ്കിലും നമ്മളൊന്ന് കണക്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ചൈനീസ് സംസ്കാരം കണ്ടെത്തിയ പ്രധാന വസ്തുതകൾ നമുക്ക് പരിചയപ്പെടാം. 1, കടലാസ്. കടലാസ് ആദ്യമായി കണ്ടെത്തിയത് ചൈനീസ് സംസ്കാരം. അച്ചടി ആദ്യമായി കണ്ടെത്തിയത് ചൈനീസ് സംസ്കാരമാണ്. വെടിമരുന്ന് ആദ്യമായി കണ്ടെത്തിയത് ചൈനീസ് സംസ്കാരമാണ്. ഭൂകമ്പമാപിനി, ഭൂകമ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഭൂകമ്പമാപിനി ആദ്യമായി കണ്ടെത്തിയതും ആര് തന്നെ? ചൈനീസ് സംസ്കാരം തന്നെ. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ: കടലാസ്, അച്ചടി, പിന്നെ എന്താണ്? വെടിമരുന്ന്, ഭൂകമ്പമാപിനി എന്നിവ കണ്ടെത്തിയത് ചൈനീസ് സംസ്കാരമാണ്. കടലാസും അച്ചടിയും കണ്ടെത്തിയത് ചൈനക്കാരാണെങ്കിൽ ഏറ്റവും ആദ്യം അച്ചടിക്കപ്പെട്ട പുസ്തകം ചൈനയിൽ നിന്നായിരിക്കും അല്ലെ? ലോകത്താദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ഏതാണ്? ഹിരാഗ സൂത്രമായിരുന്നു. ഹിരാഗ സൂത്രം.
ഈ ഹിരാഗസൂത്രം എന്ന പുസ്തകം അച്ചടിക്കുന്നത് ചൈനയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ലോകത്ത് ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഹിരാഗസൂത്രം എന്ന പുസ്തകമാണ്. എവിടെ നിന്നാണ് അച്ചടിക്കപ്പെട്ടത്? ചൈനയിൽ നിന്ന്. അതിന്റെ അർത്ഥം ചൈനയില് പ്രത്യേക എഴുത്ത് സമ്പ്രദായം അഥവാ ലിപി ഉണ്ടെന്നല്ലേ? തീർച്ചയായിട്ടും. നമ്മള് മെസപ്പൊട്ടേമിയൻ സംസ്കാരം പഠിച്ചപ്പോൾ അവിടെ ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ് ഉണ്ടായിരുന്നെന്ന് പഠിച്ചു അല്ലെ? ഈജിപ്ഷ്യൻ സംസ്കാരം പഠിച്ചപ്പോൾ ചിഹ്നങ്ങളടങ്ങിയ ലിപിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ചിത്രലിപിയാണെന്ന് പറഞ്ഞു. ചിഹ്നങ്ങളാണ് പ്രധാനമായും ഈജിപ്ഷ്യൻ സംസ്കാരം ഉപയോഗിച്ചിരുന്നത്. ചൈനീസ് സംസ്കാരവും സമാനം തന്നെയാണ്. ചിത്രലിപിയാണ് ഉപയോഗിച്ചിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ. പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നം ഉപയോഗിച്ചു തുടങ്ങി. അപ്പൊ ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം തൊട്ട് തന്നെ എന്തുണ്ടായിരുന്നു? എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ആദ്യ കാലഘട്ടത്ത് ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് ചിത്രലിപി എന്ന് പറയാം. കാലക്രമത്തിൽ ചിത്രങ്ങൾക്ക് പകരം എന്ത് ചെയ്തു? ചിഹ്നങ്ങൾ ഉപയോഗിച്ചു. ക്ലിയർ? ചൈനീസ് സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട 2 തത്വചിന്തകന്മാരെ കുറിച്ച് കൂടെ പഠിക്കുന്നത് ഉചിതമാണ്. കാരണം നമ്മൾ സിന്ധു നദീതട സംസ്കാരം ഇന്നേ ദിവസം പഠിക്കും. തുടർന്ന് അടുത്ത ചാപ്റ്ററിൽ അതായത് നമുക്ക് പഠിക്കേണ്ടി വരിക സ്വാഭാവികമായിട്ടും വെങ്കലയുഗ സംസ്കാരത്തിന് ശേഷം ഇരുമ്പുയുഗ സംസ്കാരമാണ്. ഗ്രീക്ക് സംസ്കാരം, റോമൻ സംസ്കാരം, അതുപോലെ തന്നെ ഇന്ത്യയിലെ വേദ സംസ്കാരവും നമുക്ക് പഠിക്കണം. ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ട പ്രധാനപ്പെട്ട തത്വചിന്താധാരകൾ നമ്മൾ പഠിക്കും. ബുദ്ധിസവും ജൈനിസവും. അതുപോലെ ചൈനീസ് സംസ്കാരത്തിന്റെ കീഴില് പിൽക്കാലത്ത് ചൈനയില് 2 തത്വചിന്താധാരകൾക്ക് തുടക്കം കുറിക്കപ്പെട്ടു. ഒന്ന് താവോയിസം. ഒന്ന് താവോയിസവും 2 കൺഫ്യൂഷ്യനിസവും. അപ്പോൾ ചൈനീസ് സംസ്കാരത്തിന് കീഴിൽ തുടക്കം കുറിച്ച 2 തത്വചിന്താധാരകൾ. ഒന്നെന്താ? താവോയിസം. ഈ താവോയിസത്തിന് തുടക്കം കുറിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ പേര് പറയും? ലാവോ ത്സെ. ലാവോ ത്സെയാണ് എന്തിന് തുടക്കം കുറിക്കുക? താവോയിസത്തിന് തുടക്കം കുറിക്കുക. 2 കൺഫ്യൂഷ്യനിസം. കൺഫ്യൂഷ്യനിസം. കൺഫ്യൂഷ്യനിസത്തിന് തുടക്കം കുറിക്കുന്നത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. കൺഫ്യൂഷ്യസിനിസത്തിന് തുടക്കം കുറിക്കുന്നത് കൺഫ്യൂഷ്യസ് ആണ്. കൺഫ്യൂഷ്യസ്. ഓക്കെ. അപ്പൊ കൺഫ്യൂഷ്യനിസത്തിന് തുടക്കം കുറിച്ചത് ആരാന്ന് ചോദിച്ചാൽ കൺഫ്യൂഷ്യസ് ആണ്. താവോയിസത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ലാവോ ത്സെ. ഇത്ര മതി നമുക്ക് ചൈനീസ് സംസ്കാരത്തെ കുറിച്ച്. ഓക്കെ അല്ലേ? അപ്പൊ ചൈനീസ് സംസ്കാരം ആദ്യ കാലഘട്ടത്തിൽ രാജവംശമാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. ചിൻ എന്ന പേരിലുള്ള രാജവംശമാണ്. അതിൽ നിന്നാണ് ചൈന എന്ന വാക്ക് ഉത്ഭവിക്കുക. ചൈനയിലെ ഹൊയാങ്ഹോ നദീതീരത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. ഈ നദിയിൽ പിൽക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായതാണ് എന്തിന് കാരണമായി തീർന്നത്? ചൈനീസ് സംസ്കാരം നശിച്ചു പോകാൻ കാരണമായി തീർന്നത്. അതുകൊണ്ട് തന്നെ ചൈനീസ് സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നും ചൈനീസ് സംസ്കാരത്തിന്റെ ദുഃഖമെന്നും അറിയപ്പെടുന്നത് ഈ ഹൊയാങ്ഹോ നദി തന്നെയാണ്. അടിസ്ഥാന ജോലി കൃഷി തന്നെയായിരുന്നു. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പിന്നെ പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും തൽപരരായിരുന്നു ചൈനീസ് നിവാസികൾ. അതിൽ ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചത് പട്ടുവസ്ത്രങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോഴും ചൈനീസ് പട്ടുവസ്ത്രങ്ങൾക്ക് ലോകത്ത് ഡിമാൻഡ് ഉണ്ട്. കണ്ടെത്തിയ മറ്റു വസ്തുതകൾ കടലാസ്, അച്ചടി, വെടിമരുന്ന്, ഭൂകമ്പം, അഭിനയം. ലോകത്ത് ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകമാണ് ഹിരാഗസൂത്രം. ഇതിനെ വജ്രസൂത്രം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഔദ്യോഗിക പേരെന്താണ്? ഹിരാഗസൂത്രമാണ് കേട്ടോ. ഇംഗ്ലീഷിൽ ഡയമണ്ട് സൂത്ര എന്നൊക്കെ പറയാറുണ്ട്. ഔദ്യോഗികമായ പേര് ഹിരാഗസൂത്രമാണ്. ചൈനയിൽ എഴുത്ത് സമ്പ്രദായം ഉണ്ടായിരുന്നു അഥവാ ലിപി ഉണ്ടായിരുന്നു. ചിത്രലിപിയാണ് ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലത്ത് ചിത്രങ്ങളാണ്. പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം എന്ത് ഉപയോഗിച്ചു? ചിഹ്നങ്ങൾ ഉപയോഗിച്ചു. അതാണ് സ്ലൈഡിൽ നിങ്ങൾ കാണാൻ കഴിയുക. ചൈനീസ് സംസ്കാരത്തിന് കീഴിൽ തുടക്കം കുറിച്ച 2 തത്വചിന്താധാരകളാണ്. ഒന്ന് താവോയിസവും 2 കൺഫ്യൂഷ്യനിസവും. താവോയിസത്തിന് തുടക്കം കുറിച്ചത് ലാവോ ത്സെയും കൺഫ്യൂഷ്യനിസത്തിന് തുടക്കം കുറിച്ചത് കൺഫ്യൂഷ്യസുമാണ്. ഓക്കെ അല്ലേ? ഇതോടുകൂടി നമ്മുടെ ചൈനീസ് സംസ്കാരം അവസാനിക്കുകയാണ്. നമ്മളടുത്ത സിന്ധു നദീതട സംസ്കാരത്തിലേക്ക് പോവുകയാണ്. പോയാലോ? ഗഡ്. ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദീതീരത്ത് രൂപം കൊണ്ട സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഈ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ സിന്ധു നദിക്കരയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം സിന്ധുവിന്റെ പോഷക നദികളുടെയും തീരത്ത് രൂപം കൊണ്ട നാഗരികതയാണ് വെങ്കലയുഗ കാലഘട്ടത്തെ നാഗരികതയാണ് സിന്ധു നദീതട സംസ്കാരം. ഏകദേശം 2000-ഓളം ഭൂപ്രദേശങ്ങള്
നമുക്ക് സിന്ധു നദീതടത്തിന്റെ അവശിഷ്ടങ്ങൾ ഉള്ള സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2000-ഓളം ഭൂപ്രദേശങ്ങൾ. അതിൽ നഗരവൽക്കരണം ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട 8 സ്ഥലങ്ങളിലാണ്. ഓക്കെ. അങ്ങനെ നഗരവൽക്കരണം ഉണ്ടായ സ്ഥലങ്ങളിൽ ഏറ്റവും ആദ്യം കണ്ടെത്തിയത് ഹാരപ്പ എന്ന ഭൂപ്രദേശമാണ്. ഏറ്റവും ആദ്യം കണ്ടെത്തിയത് ഹാരപ്പ എന്ന ഭൂപ്രദേശമാണ്. അതുകൊണ്ട് നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കാറുണ്ട്. മനസ്സിലായോ? സിന്ധു നദീതട നാഗരികതയിൽ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിൽ ഒട്ടനവധി നഗരങ്ങളുണ്ട്. ഒട്ടനവധി നഗരങ്ങൾ മറ്റ് വെങ്കലയുഗ സംസ്കാരങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നഗരങ്ങൾ കാണപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരത്തിലാണ്. ആ നഗരങ്ങളിൽ ഏറ്റവും ആദ്യം കണ്ടെത്തിയതാണിത് ഹാരപ്പ എന്ന നഗരം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുക? ഹാരപ്പൻ സംസ്കാരം കേട്ടോ. അപ്പൊ വെങ്കലയുഗ കാലഘട്ടത്ത് സിന്ധു നദീതടത്തിൽ സ്ഥിതി ചെയ്തിരുന്ന സംസ്കാരം ഏകദേശം ബിഫോർ കോമൺ എറ BCE 2600 മുതൽ BCE 1900 വരെയാണ് സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്നത്. ആദ്യം കണ്ടെത്തിയ നഗരം ഹാരപ്പയാണ് എന്നതുകൊണ്ട് ഈ സംസ്കാരത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിച്ചു. ക്ലിയർ ആണ്? സിന്ധു നദീതീരത്തായതിനാലാണ് നമ്മൾ അതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുക. നമുക്കറിയാം സിന്ധു നദീതട സംസ്കാരത്തിൽ ഒട്ടനവധി നഗരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒട്ടനവധി നഗരങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ആദ്യം കണ്ടെത്തിയ നഗരമാണെന്ത്? ഹാരപ്പൻ സംസ്കാരം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് നമ്മൾ എന്തിനു വിളിക്കാറുണ്ട്? സിന്ധു നദീതട സംസ്കാരത്തെ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തെ വിളിക്കാറുണ്ട്. ഒട്ടനവധി നഗരങ്ങളുണ്ടെന്ന് ഞാൻ വീണ്ടും പറയുന്നു അല്ലെ? അതെ. സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങളെ പൊതുവായി വിശേഷിപ്പിക്കുന്നത് സിറ്റാഡൽ എന്ന പേരിലാണ്. എന്താണ് വിളിക്കുക? സിറ്റാഡൽ. അപ്പോ സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങളെ പൊതുവായി വിളിക്കുന്ന പേര് സിറ്റാഡൽ എന്നാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇരുമ്പുയുഗം അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇരുമ്പുയുഗ കാലഘട്ടത്ത് ഓരോ സംസ്കാരത്തിലും നഗരങ്ങൾ വ്യത്യസ്ത പേരിലാണ് അറിയപ്പെടുക. അതുകൊണ്ട് ദയവായി ഓർമ്മിക്കുക, സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങൾ പൊതുവായി എന്ത് പേരിൽ അറിയപ്പെട്ടു? സിറ്റാഡൽ എന്ന പേരിൽ അറിയപ്പെട്ടു. ക്ലിയർ ആണ്? എന്ത് പേരിൽ അറിയപ്പെടുക? സിറ്റാഡൽ എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ. ഇനി ഈ സിന്ധു നദിക്കരയില് ഇങ്ങനെ ഒരു നാഗരികത ഉണ്ടായിരുന്നു എന്ന് ആദ്യമായി പറഞ്ഞത്, ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചത് ഇവിടെ ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നിരിക്കാം എന്ന് ആദ്യമായി പറഞ്ഞത് ആരായിരുന്നു? ചാൾസ് മേഴ്സൺ ആയിരുന്നു. ചാൾസ് മേസൺ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ചാൾസ് മേസൺ. ഓക്കെ. എന്നാല് ഈ സംസ്കാരത്തിന് പേര് നൽകിയത് ഹാരപ്പൻ സംസ്കാരം അഥവാ സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നൽകിയത് ആര് എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ ആരെ പേര് പറയണം? ജോൺ മാർഷലിന്റെ പേര് പറയണം. ആരെ പേര് പറയണം? ജോൺ മാർഷലിന്റെ പേര്. ഓക്കെ ആണേ? ഇത്രയും ക്ലിയർ ആണേ? അപ്പോൾ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൽ ഒട്ടനവധി നഗരങ്ങൾ ഉണ്ടായിരുന്നു. നഗരങ്ങൾ അറിയപ്പെടുന്നത് സിറ്റാഡൽ എന്നായിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചത് ചാൾസ് മേഴ്സണും ഈ പേര് നൽകിയത് ഹാരപ്പൻ സംസ്കാരം അഥവാ സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നൽകിയത് ജോൺ മാർഷലുമാണ്. ക്ലിയർ ആണ്? അടുത്ത പറയട്ടെ. ഗുഡ്. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന കേന്ദ്രങ്ങളാണ് ഈ മാപ്പിൽ പറഞ്ഞിരിക്കുന്നത്. കാലബംഗൻ, ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൽ. ഇതില് തുറമുഖ നഗരമായി കണക്കാക്കുന്നത് ലോത്തലാണ്. ഇതാ നോക്കി, സമുദ്രതീരവുമായി ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് ലോത്തൽ അല്ലെ? അതുകൊണ്ട് തുറമുഖ നഗരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയും? ലോത്തൽ പറയണം. ഓക്കെ. അപ്പൊ ലോത്തൽ എന്ന് പറയുന്നത് എന്താണ്? തുറമുഖ നഗരമാണ്. അതുകൊണ്ട് അതിന് കപ്പലിന്റെ അവശിഷ്ടം കിട്ടിയത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോത്തലാണ്. സിമ്പിൾ അല്ലേ? അല്ലേ? അപ്പൊ ഒരു പക്ഷേ നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടെ പഠിക്കേണ്ട ഏരിയ ആണ് ലോത്തലൊക്കെ. എങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. ലോത്തൽ എന്ന് പറയുന്നത് സമുദ്രതീരത്തുള്ളതാണ്. സിന്ധു നദീതട സംസ്കാരങ്ങളിൽ സമുദ്രതീരത്ത് കാണപ്പെടുന്ന പ്രധാന നഗരമാണ് ലോത്തൽ. കപ്പലിന്റെ അവശിഷ്ടം
കണ്ടെത്തിയത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുറമുഖത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയത് ഏത് ഭൂപ്രദേശത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോത്തൽ എന്ന് പറയാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ? അപ്പോൾ 4 പ്രധാന ഭൂപ്രദേശങ്ങൾ ഹാരപ്പയുണ്ട്, മോഹൻജോദാരോണ്ട്, കാലിബംഗനുണ്ട്, ലോത്തലുണ്ട്. നമുക്ക് ഈ ഒരു 6ാമത്തെ ക്ലാസ്സിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. 8ാം ക്ലാസ്സിലേക്ക് നമ്മൾ പോകുമ്പോഴേക്ക് ഈ ഒരു ഭൂപ്രദേശങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായി നമ്മൾ പഠിക്കും. ക്ലിയർ? ഗുഡ്. അടുത്ത് പറയുന്നു സർ ജോൺ മാർഷൽ. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു അല്ലേ, ഹാരപ്പൻ സംസ്കാരം എന്ന പേര് നൽകിയത് ആരായിരുന്നു? ഈ സർ ജോൺ മാർഷൽ ആയിരുന്നു. ഇന്ത്യയില് പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാ രൂപീകരിച്ചേ? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാ രൂപീകരിച്ചേ? എനി ഐഡിയ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നേ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത് 1861 അപ്പോഴത്തെ വൈസ്രോയി എന്ന് പറയുന്നത് കാനിങ് പ്രഭു ആയിരുന്നു. അപ്പൊ കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിക്കുക, അഥവാ പുരാവസ്തു സർവേക്ക് തുടക്കം കുറിക്കുക. പുരാവസ്തു സർവേക്ക് തുടക്കം കുറിക്കുന്ന കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്ത് 1861. ഈ പുരാവസ്തുക്കളെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആധികാരികമായതിനെ കുറിച്ച് അറിയുന്ന വ്യക്തിയായിരിക്കണം അല്ലെ? അതെ. കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്താണ് തുടക്കം കുറിച്ചതെങ്കിലും അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഈ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നമുക്കറിയാം, നിങ്ങൾക്ക് പരിചയമുള്ള പേരാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആയിരുന്നു. അലക്സാണ്ടർ കണ്ണിങ്ഹാം. ശരിയാണോ? അതുകൊണ്ട് നമ്മൾ ഈ അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെ എന്തെന്ന് വിളിക്കും? ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവെന്ന് വിളിക്കും. ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവെന്ന് വിളിക്കും. ശരിയല്ലേ? ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ആരാണ് ഈ അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന് പറയുന്നത്? 1861 കാനിങ് ഗ്രൂപ്പിന്റെ കാലഘട്ടത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യ ഡയറക്ടർ, അതിന് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആയിരുന്നു. യെസ്, ഇത്രയും ക്ലിയർ ആണ്. ഇനി ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയണേ. ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ സർവേക്ക് തുടക്കം കുറിച്ചത് 1861 കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്താണെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ വകുപ്പിന് ആരംഭിച്ചത്, ആർക്കിയോളജിക്കൽ വകുപ്പ് ആരംഭിക്കുന്നത്, ആർക്കിയോളജിക്കൽ വകുപ്പ് ആരംഭിക്കുന്നത് 1904 ആരുടെ കാലഘട്ടത്താണ്? കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്താണ്. അപ്പോ ആർക്കിയോളജിക്കൽ വകുപ്പ് അഥവാ പുരാവസ്തു വകുപ്പ് ആരംഭിക്കുന്നത് 1904 കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്താണ്. ക്ലിയർ? ആർക്കിയോളജിക്കൽ സർവേ ആരംഭിച്ചത് 1861 കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ അതിന്റെ ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ, ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവെന്ന് വിളിച്ചു. ആ ആർക്കിയോളജിക്കൽ സർവേയില് 1902 മുതൽ 1928 വരെ, 1902 മുതൽ 1928 വരെ ഡയറക്ടർ ആയിരുന്ന വ്യക്തിയായിരുന്നു ആര്? സർ ജോൺ മാർഷൽ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തായിരുന്നു ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് ഗവേഷണം നടത്തി കണ്ടെത്തുന്നത്. മനസ്സിലായോ? ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് കണ്ടെത്തിയത് ആര് ഡയറക്ടർ ആയിരുന്ന കാലഘട്ടത്താ? സർ ജോൺ മാർഷൽ. അതുകൊണ്ട് സർ ജോൺ മാർഷൽ ഈ സിന്ധു നദീതീരത്ത് കണ്ടെത്തിയ നാഗരികതയെ, വെങ്കലയുഗ സംസ്കാരത്തെ എന്തെന്ന് വിളിച്ചു? ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിച്ചു. അത്രമാത്രം. ക്ലിയർ? അടുത്ത് പഠിച്ചാലോ? ഗുഡ്. നഗരാസൂത്രണം. സിന്ധു നദീതീര സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് നഗരാസൂത്രണം. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷത, തെരുവുകളുടെ ഇരുവശങ്ങളിലുമായി അവർ വീടുകൾ നിർമ്മിച്ചിരുന്നു. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് വീട് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഓക്കെ. കൂടാതെ അഴുക്കുചാൽ സമ്പ്രദായം രൂപീകരിച്ചിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു അഴുക്കുചാലുകളുടെ ആസൂത്രണം. അതുകൊണ്ടാണ് നമ്മൾ ഈ നഗരാസൂത്രണം എന്ന വാക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുക. അപ്പോ സിന്ധു നദീതട സംസ്കാരത്തിന്റെ അഥവാ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്താണ്? നഗരാസൂത്രണമാണ്. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായി വീടുകൾ നിർമ്മിച്ചിരുന്നു. വീടുകൾ നിർമ്മിക്കാൻ എടുത്തിരുന്നത് ചുട്ടെടുത്ത ഇഷ്ടികകളാണ്. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്നു. നഗരത്തിൽ അഴുക്ക് ജലം ഒഴുക്കിവിടുന്നതിനും പ്രസ്തുത ജലം നഗരത്തിന് വെളിയിലേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്നതിനും എന്തുപയോഗിച്ചിരുന്നു? ഈ അഴുക്കുചാലുകൾ ഉപയോഗിച്ചിരുന്നു. ക്ലിയർ ആണേ? ഇനി അടുത്ത് പറയുന്നു മോഹൻജദാരോയിലെ വലിയ കുളം, ദ ഗ്രേറ്റ് ബാത്ത്.
മഹത്തായ സ്നാനഘട്ടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മഹത്തായ സ്നാനഘട്ടം, ദ ഗ്രേറ്റ് ബാത്ത്. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായ മൊഹൻജൊദാരോയിലാണ് എന്ത് കണ്ടെത്താൻ കഴിഞ്ഞത്? ആ, ദ ഗ്രേറ്റ് ബാത്ത്, വലിയ കുളം, മഹാസ്നാനഘട്ടം കണ്ടെത്താൻ കഴിഞ്ഞത്. ഓക്കെ, എവിടെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? മോഹൻജൊദാരോയില്. ഏറ്റവും സവിശേഷമായ മോഹൻജൊദാരോയിലെ നിർമ്മിതി എന്ന് പറയുന്നത് ഈ വലിയ കുളമാണ്. ഓക്കെ, മോഹൻജൊദാരോ ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനം നമ്മൾ പറയുന്നത് എന്താണ്? ഈ വലിയ കുളമാണ്, ദ ഗ്രേറ്റ് ബാത്ത്, മഹാസ്നാനഘട്ടം. ഇത് കൂടാതെ ക്ഷേത്ര മാതൃകകൾ കണ്ടെത്തിയിട്ടുണ്ട്, പുരോഹിതന്റെ പ്രതിമ കണ്ടെത്തിയിട്ടുണ്ട്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ, ആടിന്റെ പ്രതിമ, എരുമയുടെ പ്രതിമ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. പ്രധാനമായിട്ട് നമ്മൾ അവിടെ പഠിക്കേണ്ടത്, യെസ്, ഒരു അസംബ്ലി ഹാൾ കണ്ടെത്തിയിട്ടുണ്ട്. മോഹൻജൊദാരോയിൽ കണ്ടെത്തിയ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ? അസംബ്ലി ഹാൾ കണ്ടെത്തി. പിന്നെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? ആടിന്റെ പ്രതിമ, ആടിന്റെ പ്രതിമ, എരുമയുടെ പ്രതിമ. പിന്നെ പുരോഹിതന്റെ പ്രതിമ. പുരോഹിതൻ അല്ലെങ്കിൽ വൈദികൻ, രണ്ടിടത്തിലും പറയാറുണ്ട് കേട്ടോ. പുരോഹിതന്റെ പ്രതിമ. ഓക്കെ അല്ലേ? അപ്പോ മോഹൻജൊദാരോയിൽ നിന്ന് കണ്ടെത്തിയ പ്രധാന വസ്തുതകൾ അസംബ്ലി ഹാള്, ഈ മഹാസ്നാനഘട്ടം കൂടാതെ അസംബ്ലി ഹാള്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, ആടിന്റെ പ്രതിമ, എരുമയുടെ പ്രതിമ, പിന്നെ പുരോഹിതന്റെ പ്രതിമ. സെറ്റാണേ. അടുത്ത് പഠിച്ചാലോ? യെസ്. അടുത്ത് പറയുന്നു ധാന്യപുരം. ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൃഷിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ശരിയാണേ. ഗുജറാത്തിലെ രംഗ്പൂർ, ലോത്തൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രശേഷിപ്പത്താണ് മഹത്തായ ധാന്യപുര. മഹത്തായ ധാന്യപുര, ദ ഗ്രേറ്റ് ഗ്രാനറി എന്നാണ് നമ്മൾ വിളിക്കുക. മോഹൻജൊദാരോയിൽ കണ്ടെത്തിയ പ്രധാന സാധനങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? അല്ലേ? യെസ്. നമ്മുടെ ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ധാന്യപുരയാണ്, മഹത്തായ ധാന്യപുര. ഇത് കൂടാതെ എന്തൊക്കെയാണ് ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയെന്നുകൂടെ നമുക്ക് പഠിച്ചു വെക്കാം അല്ലേ? ഈ ധാന്യപുരയില് കാർഷിക വിഭവങ്ങൾ ശേഖരിച്ചിട്ട് ജനങ്ങൾക്ക് തുല്യമായി വിതരണം ചെയ്യണം. അതിനുവേണ്ടി എന്ത് വേണം അവിടെ? കാളവണ്ടി വേണം അല്ലേ? കാളവണ്ടിയുടെ രൂപം, കാളവണ്ടിയുടെ രൂപം കണ്ടെത്തി. ഈ ധാന്യങ്ങള് നേരെ എവിടെയായിരിക്കും കൊണ്ടുവെക്കുക? സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ധാന്യങ്ങള് അടുക്കളയിലായിരിക്കും അല്ലേ? അടുക്കളയെ നമ്മൾ ഒരു അടുക്കളയെന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം അവിടെ? അടുപ്പുണ്ടാവണം അല്ലേ? അതാ അടുത്ത് ചിന്തിക്കുക. ചുട്ട മണ്ണടുപ്പ്, ചുട്ട മൺ കൊണ്ടുള്ള അടുപ്പ്, ചുട്ട മണ്ണടുപ്പ് കണ്ടെത്തി. അവിടെ ആരുണ്ടാവും? അമ്മയുണ്ടാവും അല്ലേ? പാചകം ചെയ്യുന്നത് അല്ലേ? കല്ലിൽ തീർത്ത സ്ത്രീ, കല്ലിൽ തീർത്ത സ്ത്രീയുടെ രൂപം, കല്ലിൽ തീർത്ത സ്ത്രീയുടെ പ്രതിമ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, വീട്ടില് പാചകം ചെയ്യുന്ന ആരാണോ അവരോടായിരിക്കും വീട്ടിലെ വളർത്തു മൃഗങ്ങൾ ഉണ്ടാവുക. പ്രധാനമായിട്ട് നമുക്ക് വീട്ടിൽ വളർത്തു മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ പൂച്ചയും പട്ടിയും ഓർമ്മ വരും അല്ലെ? നമുക്ക് പട്ടി എടുക്കാം അല്ലെ? പട്ടി മാനിനെ വേട്ടയാടുന്ന രൂപം, പട്ടി മാനിനെ വേട്ടയാടുന്ന രൂപം കണ്ടെത്തിയതും എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? ഹാരപ്പയിൽ നിന്ന്. ഓക്കെ, മറക്കില്ലല്ലോ. അപ്പോ ധാന്യപുര, മഹത്തായ ധാന്യപുര കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഹാരപ്പയിൽ നിന്നാണ്. ഇത് കൂടാതെ കാളവണ്ടിയുടെ രൂപം, ചുട്ട മണ്ണടുപ്പ്, കളിമണ്ണിൽ തീർത്ത സ്ത്രീയുടെ പ്രതിമ, കല്ലിൽ തീർത്ത സ്ത്രീയുടെ പ്രതിമ, പട്ടി മാനിനെ വേട്ടയാടുന്ന രൂപം എന്നിവയും എവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്? ധാന്യപുര, മഹത്തായ ധാന്യപുര കണ്ടെത്തിയ ഹാരപ്പയിൽ നിന്ന്. ഇത് കൂടാതെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ പറയും. ഹെച്ച് ആകൃതിയിലുള്ള സെമിത്തേരി, മനുഷ്യരെ കൂട്ടമായി അടക്കം ചെയ്തിരുന്ന ഹെച്ച് ആകൃതിയിലുള്ള സെമിത്തേരി കണ്ടെത്തി. ഹെച്ച് ആകൃതിയിലുള്ള സെമിത്തേരി കണ്ടെത്തിയതും എവിടെ നിന്നാണ്? നമ്മുടെ ഹാരപ്പയിൽ നിന്നാണ്. എത്രമാണ്? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ?
മോഹൻജദാരോയിൽ നിന്നാണ് വലിയ കുളം കണ്ടെത്തിയത്. ഇത് കൂടാതെ അസംബ്ലി ഹാള്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ രൂപം, ആടിന്റെ പ്രതിമ, എരുമയുടെ പ്രതിമ, പിന്നെ പുരോഹിതന്റെ പ്രതിമ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. ധാന്യപുര, മഹത്തായ ധാന്യപുര കണ്ടെത്തിയത് ദ ഗ്രേറ്റ് ഗ്രാനർ കണ്ടെത്തിയത് ഹാരപ്പയിൽ നിന്നാണ്. അവിടെ നിന്ന് കണ്ടെത്തിയ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ? കാളവണ്ടിയുടെ രൂപം, ചുട്ട മണ്ണടുപ്പ്, കല്ലിൽ തീർത്ത സ്ത്രീയുടെ പ്രതിമ, പട്ടി മാനിനെ വേട്ടയാടുന്ന രൂപം, എച്ച് ആകൃതിയിലുള്ള സെമിത്തേരി എന്നിവ. ഓക്കെ, കരകൗശല വിദ്യ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ, അതാണ് നർത്തകിയുടെ വെങ്കല പ്രതിമ. നർത്തകിയുടെ വെങ്കല പ്രതിമ. ഓക്കെ, എവിടെന്നാ കണ്ടെത്തിയേ? മോഹൻജദാരോയിൽ നിന്ന് അല്ലെ, അസംബ്ലി ഹാളിലെ മോഹൻജദാരോ. അപ്പൊ ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയാ? ആഭരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഈ ആഭരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് പ്രധാനമായും കാലിബംഗൻ എന്ന ഭൂപ്രദേശത്ത് നിന്നാണ് ആഭരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് കേട്ടോ. കളിപ്പാട്ടം കണ്ടെത്തിയിട്ടുണ്ട്, മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്, മൺപാത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, നർത്തകിയുടെ വെങ്കല പ്രതിമയും കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പിയും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്ന തെളിവാണ് നമ്മൾ തൊട്ടുമുമ്പ് കണ്ട ആഭരണങ്ങൾ എന്ന് പറയുന്നത്. കളിമണ്ണ് കൊണ്ടും ശില കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. കളിമണ്ണ് കൊണ്ടും കൂടാതെ കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവര് മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിപ്പാട്ടങ്ങളും മൺപാത്രങ്ങളും വെങ്കല പ്രതിമയെല്ലാം ഹാരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നതാണ്. നമ്മൾ കണ്ടതാണ് അല്ലെ, ശരിയല്ലേ? കളിപ്പാട്ടങ്ങള്, മുദ്രകള്, ആഭരണങ്ങള്, മൺപാത്രങ്ങള്, നർത്തകിയുടെ വെങ്കല പ്രതിമ, ഇതൊക്കെ ആ ഹാരപ്പൻ ജനതയുടെ, സിന്ധു നദീതടവാസികളുടെ വൈദഗ്ധ്യം തെളിയിക്കുന്നതല്ലേ? കരകൗശല വൈദഗ്ധ്യം തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. യെസ്. ഇനി എഴുത്തുവിദ്യ. മറ്റ് സംസ്കാരത്തിനുള്ളതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരത്തിനും സ്വന്തമായി എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. ഹാരപ്പൻ ജനതയ്ക്ക് ഉണ്ടായിരുന്ന എഴുത്തുവിദ്യ അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, മുദ്രകളിലൂടെയാണ് എഴുത്തുവിദ്യ ഏറ്റവും കൂടുതൽ നമുക്ക് തെളിവ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്ന കാര്യം ഓർമ്മിക്കുക. ചിഹ്നങ്ങളാണെങ്കിലും നമുക്ക് അതിന് നമ്മൾ ചിത്രലിപി എന്ന് തന്നെയാണ് പറയുക. ഓക്കെ, ചിത്രലിപി തന്നെയാണ്. ചിത്രങ്ങൾക്ക് പകരം പിൽക്കാലത്ത് എന്തുപയോഗിച്ചു? ചൈനീസ് സംസ്കാരത്തെ പോലെ ചിഹ്നങ്ങൾ എഴുതാൻ ഉപയോഗിച്ചു. അപ്പൊ അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളും ചിത്രങ്ങളുമാണ്, കൂടുതലും ചിഹ്നങ്ങളാണ് സിന്ധു നദീതട സംസ്കാരം എഴുതുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ക്ലിയർ? ഇനി ഹാരപ്പൻ സംസ്കാരം തകർച്ചയ്ക്ക് വഴിതെളിച്ച കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, കാലാവസ്ഥാ വ്യതിയാനം. അത് കൃഷിയെ സ്വാഭാവികമായി ബാധിച്ചിട്ടുണ്ടാവാം. അങ്ങനെ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുകയും കൃഷി മോശമാവുകയും അങ്ങനെ അവിടെ സ്വാഭാവികമായിട്ട് കൃഷി നശിച്ചതിന്റെ ഫലമായിട്ട് പട്ടിണി മൂലം മരണങ്ങൾ ഉണ്ടായിരിക്കും എന്ന് കണക്കാക്കുന്നു. ഭൂമിയുടെ അമിതമായ ഉപയോഗം ഹാരപ്പൻ സംസ്കാരം അധപതിക്കാനിടയായി. കാരണം ഭൂമി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ മേൽമണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടമായി കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കൃഷിനാശം അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടാകും. സിന്ധു നദി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജോഗ്രഫിയിലൊക്കെ സ്ഥിരം പഠിക്കുന്ന ഒരു ഫാക്റ്റാണ്. ഹിമാലയൻ നദിയാണ്. ഹിമാലയൻ നദികളിൽ ചെങ്കുത്തായ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് സിന്ധു എന്ന് പറയുക. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എന്തുണ്ടാവാം? വെള്ളപ്പൊക്കം ഉണ്ടാവാം. ഹിമാലയൻ നദികളിൽ എപ്പോൾ വേണമെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടാവാം. അത് മഴക്കാലത്ത് തന്നെ ആവണമെന്നില്ല. ഹിമാലയത്തിലെ മഞ്ഞുരുകി മഴക്കാലത്തും കൂടാതെ വേനൽക്കാലത്തും മഞ്ഞുരുകി എന്ത് ചെയ്യാം? വെള്ളം എത്തിച്ചേരാം. അഗാധമായ താഴ്വരകളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ പെട്ടെന്ന് വെള്ളം ഇരിച്ചെത്താം. അത് അങ്ങനെയാണ് മോഹൻജദാരോ, ചാൻകുദാര തുടങ്ങിയ നഗരങ്ങൾ നശിച്ചു പോയതെന്നാണ് കണക്ക്. അപ്പൊ നിരന്തരമായുണ്ടായ പ്രളയം സിന്ധു നദീതട സംസ്കാരത്തിന്റെ നാശത്തിന് വഴിയൊരുക്കി. വനനശീകരണത്തിലൂടെ സ്വാഭാവികമായിട്ടും ഇവർക്ക് വേട്ടയാടാൻ വസ്തുക്കൾ ലഭിക്കാതെയായി. അങ്ങനെ ആദ്യകാലത്ത് ഇവർ കൂടുതൽ വേട്ടയാടി, അങ്ങനെ കൂടുതൽ കാട് വെട്ടിത്തെളിച്ചു. അത് ഇവർക്ക് തന്നെ പിന്നീട് ദോഷം ചെയ്തു എന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം തകരുവാനുള്ള പ്രധാന കാരണങ്ങൾ കാലാവസ്ഥ വ്യതിയാനം, ഭൂമിയുടെ അമിതമായ ഉപയോഗം, നിരന്തരമായുണ്ടായ പ്രളയം, പിന്നെ വനനശീകരണവും. ഇതുകൂടാതെ ആര്യന്മാരുടെ ആഗമനവും കൂടെ ഉണ്ട് എന്നാണ് ഈ യാഥാർത്ഥ്യം പറയുക. എങ്കിലും അതിന് തക്കതായ തെളിവില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ, BCE അതായത് ബിഫോർ കോമൺ എറ 1900 എന്ത് സംഭവിച്ചു? ഹാരപ്പൻ സംസ്കാരം തകർച്ചയെ നേരിട്ടു എന്നാണ് പറയുക. എന്നാൽ ആര്യന്മാർ വരുന്നത് ഏകദേശം BCE 1500 കാലഘട്ടത്താണ്. അതുകൊണ്ട് തന്നെ ആര്യന്മാരുടെ വരവും
ഒരുപക്ഷേ സിന്ധു നദീതടവാസികളുടെ തകർച്ചയ്ക്ക് കാരണമായിരിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രധാനമായി എസ്.സി.ആർ.ടി പുസ്തകത്തിൽ ഈ 4 കാര്യങ്ങളെ കൊടുത്തിരിക്കുക. കാലാവസ്ഥ വ്യതിയാനം, ഭൂമിയുടെ അമിതമായ ഉപയോഗം, നിരന്തരമായ പ്രളയം, കൂടാതെ വനനശീകരണം എന്നിവ. സെറ്റാണേ. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ മാനവ സംസ്കാരം പഠിച്ചു, ശിലായുഗ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചു, പിന്നെ വെങ്കലയുഗ സംസ്കാരത്തെക്കുറിച്ച്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് ഇരുമ്പുയുഗ സംസ്കാരമാണ്. ലോഹയുഗ സംസ്കാരം നമ്മൾ പ്രധാന രണ്ടായും എഴുതിയിരിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ചെമ്പാണ്. പിന്നീട് ലോഹ സങ്കരമായ വെങ്കലം ഉപയോഗിച്ചു. വെങ്കലം ഉപയോഗിച്ചിരുന്ന 4 നാഗരികതയുണ്ട്. നമ്മൾ പഠിച്ചു. പിൽക്കാലത്ത് ഈ ചെമ്പ് സുലഭമല്ലാതായി മാറി. പിൽക്കാലത്ത് ഇരുമ്പ് സുലഭമായി മാറിയ കാലഘട്ടമാണ് ഇരുമ്പുയുഗ സംസ്കാരം എന്ന് നമ്മൾ വിളിക്കുക. ആ ഇരുമ്പുയുഗ സംസ്കാരത്തെക്കുറിച്ച് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കൃത്യമായി തന്നെ പഠിച്ചുറപ്പിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.